കുളി കഴിഞ്ഞ് റൂമിലേക്ക് കയറി വരുമ്പോൾ വേണിയുടെ കണ്ണുകൾ കുറുകി. സ്വപ്നലോകത്തിരിക്കുവാണ് കള്ളി. ഫോണും നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച് ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടിരിക്കുന്ന നക്ഷത്രയെ നോക്കി പറഞ്ഞുകൊണ്ട് റൂം ലോക്കിട്ടു. എന്താണ് നിന്റെ ആദ്യേട്ടൻ എന്തു പറഞ്ഞു? ഉച്ചത്തിൽ ചോദിച്ചു. നക്ഷത്ര ഞെട്ടലോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഓ, പേടിച്ചു പോയി. നിനക്കൊന്ന് പതിയെ ചോദിച്ചൂടെ? ആരേലും കേൾക്കും. ഓ, ആരും കേൾക്കില്ല. എന്തു പറഞ്ഞു? ചിരിയോടെ അരികിലായിരുന്ന് വേണി ചോദിക്കുമ്പോൾ നാണത്തോടെ നക്ഷത്രയുടെ കവിൾത്തടങ്ങൾ ചുവന്ന് തൊടുത്തു. പറയൂ പെണ്ണെ. അവളുടെ മുഖം ഉയർത്തി. അത് കാണാൻ തോന്നുന്നുണ്ടോ? വരട്ടെ എന്ന് ചോദിച്ചു. അതിന് നീ എന്തു പറഞ്ഞു? വേണ്ടാന്ന് പറഞ്ഞു. നക്ഷത്ര, നിന്നോട് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ആള് പണക്കാരനൊക്കെ അല്ലേ, അതുകൊണ്ട് ടൈം പാസ് ഒന്നും ആയിരിക്കില്ലല്ലോ. അങ്ങനൊരു വേദന കൂടി താങ്ങാനുള്ള കെൽപ്പ് നിനക്കില്ല. കാണാൻ എനിക്കും പറ്റില്ല. അതുകൊണ്ടാ. വേണി ചോദിക്കുമ്പോൾ നക്ഷത്ര മൗനമായി അവളെ തന്നെ നോക്കിയിരുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നലത്തോടെ എല്ലാം മാറി. ആ വലിയ വീട്ടിൽ എന്നെ തനിച്ച് കിട്ടിയിട്ട് ഒന്ന് ചുംബിക്കുക കൂടി ചെയ്തിട്ടില്ല. നെറ്റിയിൽ ചുംബിച്ചു. അതിൽ പ്രണയമായിരുന്നില്ല, വാത്സല്യം മാത്രമായിരുന്നു. എനിക്കത് ഫീല് ചെയ്തതാ. ആദ്യേട്ടനെ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. നക്ഷത്ര സന്തോഷത്തോടെ പറയുമ്പോൾ വേണി ചിരിച്ചു. അത് മതി. എത്രയും പെട്ടെന്ന് നിന്റെ കാര്യങ്ങൾ ആ ചേട്ടനോട് പറയണം. ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറയണം. പറയാം. അല്ല വേണി, നിനക്ക് ഈ നമ്പർ എങ്ങനെ കിട്ടി? സംശയത്തോടെ ചോദിച്ചു. അത് അച്ഛൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഫോണിൽ നിന്നാ വിളിച്ചേ. അത് ഭാഗ്യായി അല്ലേടി. ഇനി ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ വിളിക്കാം. വേണി പറയുമ്പോൾ നക്ഷത്ര തല കുലുക്കി ചിരിച്ചു. അയ്യടി, പ്രണയം വന്നപ്പോ പെണ്ണിന് സൗന്ദര്യം കൂടി. ഒന്ന് പോ പെണ്ണേ. എന്നാ വാ, അമ്മ പുട്ടും കടലക്കറി ഉണ്ടാക്കുക, കഴിക്കാം. നല്ല വിശപ്പ്. വേണി വയറൊഴിഞ്ഞു. മോളെ, പുറത്തുനിന്ന് ഭാര്യര് വിളിക്കുമ്പോൾ നക്ഷത്രയും വേണിയും പുറത്തേക്ക് നടന്നു. അമ്മ, ഞാൻ പോവാ. ഉറക്കെ നക്ഷത്ര പറയുമ്പോൾ വനജ പുറത്തേക്ക് വന്നു. വേണു എവിടെ? ഒഴിഞ്ഞു കിടക്കുന്ന ചാരി കസേരയിൽ നോക്കി ഭാര്യര് ചോദിച്ചു. അച്ഛൻ ലൈബ്രറിയിൽ പോയി, വേണി പറഞ്ഞു. ഇനി മോള് എന്നാ വരിക? നക്ഷത്രയെ ചേർത്ത് പിടിച്ച് വനജ ചോദിച്ചു. അടുത്ത മാസം സെക്കൻഡ് സാറ്റർഡേ വരാം. സന്തോഷമായിരിക്കണം. ഞങ്ങൾക്ക് പഴയ നക്ഷത്രയെ വേണ്ട. ഈ ചിരി നിറഞ്ഞ മുഖം മതി. അവളുടെ തലമുടിയിൽ തഴുകി വനജ പറയുമ്പോൾ സന്തോഷത്തോടെ തല കുലുക്കി. ശരിയമ്മ, മാഷിനോട് പറയണേ. ഇന്ന് 3 മണിക്ക് ഒരു ബസ്സുണ്ട്, അതിൽ ഞാൻ പോകും. വേണിയെ നോക്കി തല കുലുക്കിക്കൊണ്ട് അവൾ വാര്യർക്കൊപ്പം ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങി. പാവം, അതിനെ കാത്തോളിനെ ദൈവങ്ങളെ. വനജ അകത്തേക്ക് കയറി. പാവം പൂച്ചക്കുട്ടിയെ നോക്കിക്കോളിനെ ആദർശേ. വേണി ചിരിയോടെ വായിൽ അമർത്തി പിടിച്ചു. ചിറ്റ പോവാണോ? പോകാനായി അച്ഛനൊപ്പം പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ലച്ചുവിൻ്റെ പതിഞ്ഞ സ്വരം. നക്ഷത്ര വേദനയോടെ തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ മറഞ്ഞു നിൽക്കുന്ന കുഞ്ഞിനെ കൈകാട്ടി വിളിച്ചു. ചിറ്റ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വളയും മാലയും വാങ്ങിയിട്ട് വരാട്ടോ. കുഞ്ഞിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. പോട്ടെ അപ്പ. ബസ്സിൽ കയറുന്നതിന് മുന്നേ ആ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞു. പറ്റുവാണെങ്കിൽ കൂട്ടുകാരുടെ ഫോണിൽ ഒന്ന് വിളിക്കണേ നാച്ചു. ഈ ശബ്ദം കേൾക്കാതെ അപ്പയ്ക്ക് പറ്റില്ല. വിളിക്കാം, ഉറപ്പോടെ പറയുമ്പോൾ ആദർശിന്റെ മുഖം ഹൃദയത്തിൽ നിറഞ്ഞു. ബസ്സിൽ കയറി മകൾ പോകുന്നതും നോക്കി നിന്നു. കൃഷ്ണ, കാത്തോളണം. നെഞ്ചത്ത് കൈവച്ച് തിരിഞ്ഞു നടന്നു. ഭാര്യരെ, മോള് പോയോ? ലൈബ്രറിയുടെ പുറം തിണ്ണയിൽ ചുവരിൽ ചാരിയിരുന്ന് വേണുമാഷി ചോദിക്കുമ്പോൾ അയാൾക്ക് അരികിലായിരുന്നു. വേണു, അടുത്ത മാസം സെക്കൻഡ് സാറ്റർഡേ മോള് വരും. അപ്പോഴേക്കും ഒരു നല്ല പയ്യനെ നോക്കി വെക്കണം. മാഷിന്റെ മുഖം ചുളിഞ്ഞു. എന്താ വാര്യരെ ഈ പറയുന്നത്? മോള് ചെറുതാ, 18 വയസ്സായിട്ടേ ഉള്ളൂ. പഠിപ്പ് കഴിഞ്ഞിട്ടില്ല. ഇത്ര അത്യാവശ്യം എന്താ? കടുപ്പത്തിൽ ചോദിച്ചു. അറിയില്ല, എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ഉറപ്പുള്ള ഒരു കയ്യിൽ എൻ്റെ കുഞ്ഞിനെ പിടിച്ചു കൊടുത്തിട്ട് കണ്ണടയ്ക്കണം. അല്ലാതെ ഈ മണ്ണ് വിട്ടു പോയാൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലടോ. ആ അച്ഛൻ ഒന്ന് വിങ്ങി. തോളിൽ മാഷിൻ്റെ കൈകൾ അമർന്നു. വേണം വേണു. നാച്ചുമോള് എവിടെയാണെന്ന് ചോദിച്ചിട്ട് പറയാത്തതിന് അവനെന്നെ തല്ലി. വിതുമ്പലോടെ ആ അച്ഛൻ്റെ ചുണ്ടുകൾ വിറച്ചു. ഭാര്യരെ, വെപ്രാളത്തിൽ മാഷ് ഉറക്കെ വിളിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല, സഹിക്കില്ല എൻ്റെ കുട്ടി. പക്ഷെ വേദന അവൻ അടിച്ചതിലല്ല,
എൻ്റെ നേത്ര അത് കണ്ടു നിന്നു. ഒന്നും മിണ്ടാതെ ലച്ചുമോള് കരഞ്ഞു. ജഗന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അയാൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മുണ്ടിന്റെ തുമ്പാൽ അമർത്തി തുടച്ചു. ഇതങ്ങനെ വിടാൻ പറ്റില്ല വാര്യരെ. പോലീസിൽ ഒരു പരാതി കൊടുക്കണം. ഇവിടുത്തെ SI ഞാൻ പഠിപ്പിച്ച കുട്ടിയാ. മാഷ് പല്ല് കടിച്ചു പിടിച്ച് എഴുന്നേറ്റു. വേണ്ട വേണു, എൻ്റെ കുഞ്ഞിനെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുക്കണം. അതറിയുമ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കും. കല്യാണ സമയം അവൻ പുറത്തുണ്ടാകാൻ പാടില്ല. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ശരി, ആദ്യം നല്ലൊരു ചെറുക്കനെ കണ്ടെത്താം. എല്ലാം ഉറപ്പിക്കാം. കല്യാണ സമയത്ത് അവൻ ജയിലിലായിരിക്കും. ആ വാക്ക് ഞാൻ തരാം. മാഷ് ഭാര്യയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നക്ഷത്രക്കുട്ടി അപ്പയെ കണ്ടോ? രാത്രി ഫുഡും കഴിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ സരിത ചോദിച്ചു. കണ്ടു. വിശേഷങ്ങളെല്ലാം പറഞ്ഞ് റൂമിലേക്ക് കയറി. കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ്റെ മുഖം ചിരിയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ആദ്യേട്ടന് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. അടുത്ത മാസം അപ്പയോട് ഞാൻ ഈ ആദർശിനെ കുറിച്ച് പറയും. അവളുടെ ശരീരമാകെ പ്രണയം ബാഗ പോലെ പൂത്തു തളിർക്കുമ്പോൾ കണ്ണുകളിൽ പ്രാണന്റെ മുഖം നിറച്ച് പതിയെ പതിയെ ഉറക്കത്തെ കൂട്ടുപിടിച്ചു. ഹായ് ദീപക്, നീ ആരെയാ കാത്തു നിൽക്കുന്നേ? ബുള്ളറ്റ് പാർക്ക് ചെയ്ത് ബൈക്കിൽ ചാരി നിൽക്കുന്ന ദീപകിനെ നോക്കി ചോദിച്ചു. നിന്നെ നോക്കി നിന്നതാ. ആദർശിന്റെ മുഖം ചുളിഞ്ഞു. എന്തിന്? സംശയത്തിൽ ചോദിച്ചു. അത് അഞ്ചു വന്നു, പക്ഷെ എന്നെ അടുപ്പിച്ചില്ല. കാണണ്ടാന്ന്. നീ കുഞ്ഞിന്റെ കാര്യം ചോദിച്ചോ ദീപു? ഇല്ല. ഹോ, അത് നന്നായി. ചോദിച്ചിരുന്നേൽ വീട്ടിൽ ചെന്ന് അമലാൻറ്റിയെ അച്ഛനും മോളും കൊല്ലും. ഞാൻ എന്താടാ ചെയ്യാ? ദീപു വേദനയോടെ നിന്നു. സമാധാനപ്പെട്. അവളെ നിന്റെ കയ്യിൽ പിടിച്ചു തരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പ്ലാൻ എയും ബിയും എൻ്റെ കയ്യിലുണ്ട്. നീ ഇപ്പോ അവളുടെ പുറകെ നടന്നാ മതി. സമയം പോലെ പ്ലാൻ എ നടപ്പാക്കാം. ഓക്കെ? ആദർശ് പറയുമ്പോൾ ദീപകിന്റെ കൈ അവന്റെ കയ്യിൽ മുറുകി. താങ്ക്സ് ഡാ. എനിക്ക് താങ്ക്സ് വേണ്ട. പകരം അഞ്ജലിയുടെ പിന്നാലെ നിന്റെ കണ്ണുകൾ വേണം. എൻ്റെ പെണ്ണിന് നേർക്ക് അവൾ നീങ്ങരുത്. ആദർശ് പറയുമ്പോൾ ദീപു സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി. നിന്റെ പെണ്ണോ? ഏതാ കുട്ടി? ആദർശിന്റെ കണ്ണുകൾ ഗേറ്റ് ഭാഗത്തേക്ക് ചലിച്ചു. ദേ വരുന്നു. അവന്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ ദീപുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഈ കുട്ടി? നീ തള്ളിയിട്ട ആൾ തന്നെ. അന്ന് സത്യം പറഞ്ഞാൽ ഒരു താങ്ക്സ് നിന്നോട് പറയാനുള്ളതാ. പറ്റിയില്ല. എനിവേ താങ്ക്സ്. ആദർശ് ചിരിയോടെ വാഗമരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു. ആദ്യേട്ടൻ കണ്ണുകൾ അവനിലുടക്കുമ്പോൾ ചുറ്റിനും ഒന്ന് നോക്കി. പതിയെ അരികിലേക്ക് ചെന്നു. എന്താ പെണ്ണെ, മുഖത്തേക്ക് നോക്കില്ലേ? താഴ്ത്തി പിടിച്ച അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കി ചോദിച്ചു. എൻ്റെ ബാഗ്. കൈ ആദർശിന്റെ മുന്നിലേക്ക് നീട്ടി. ആ കൈയിൽ അവന്റെ ഉറപ്പുള്ള കൈകൾ ചേർന്നു മുറുകെ പിടിച്ചു. പിടപ്പോടെ തല ഉയർത്തി. ആരെങ്കിലും കാണും. ബാഗ് താ. തരാം, പക്ഷേ ആരും കാണാതെ. എനിക്ക് എൻ്റെ നാച്ചൂട്ടനെ ഒന്ന് കാണണം. ലൈബ്രറിയിൽ ലഞ്ച് ബ്രേക്കിന് വരണം. പറ്റൂ? ഞാൻ വരില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു. പതിഞ്ഞ അവളുടെ സ്വരം. ആദർശിന്റെ കണ്ണുകൾ കൂർത്തു. ഇത് കഷ്ടാണ് നാച്ചൂട്ടാ. എന്നെ വിശ്വാസവും ഇഷ്ടവും ഇല്ല അല്ലേ? കടുപ്പത്തിൽ അവൻ ചോദിക്കുമ്പോൾ സങ്കടത്തോടെ കണ്ണുകൾ ചുവന്നു. ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നു. വിശ്വാസ ഇഷ്ടാണെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. പതിയെ പറഞ്ഞ് നെഞ്ചിലേക്ക് മുഖം ചേർക്കുന്ന പെണ്ണിനെ ചുറ്റിപ്പിടിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല നാച്ചു. പറ്റുന്നില്ല. നീ ഇല്ലാതെ തനിച്ചായി പോയതുപോലെ തോന്നുവാ. നെഞ്ചു വേദനിക്കുവാ. അവന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. ഞാൻ വരാം ലഞ്ച് ബ്രേക്കിന്. തന്നിൽ മുറുകിയ കയ്യെ എടുത്തു മാറ്റി അവനിൽ നിന്ന് അകന്നു മാറി. വേദന മാറിയോ? മാറണമെങ്കിൽ എൻ്റെ 1.5 ലക്ഷം രൂപ കടം ഒരു ദിവസം കൊണ്ട് തീർക്കണം. പറ്റുമോ? അവളുടെ മുഖം ചുളിഞ്ഞു. ഒരു ദിവസം കൊണ്ട് എങ്ങനെ? ഞാൻ പറഞ്ഞു തരാട്ടോ. ലൈബ്രറിയിൽ വന്നാൽ മതി. തല കുലുക്കി സമ്മതിക്കുമ്പോൾ ആദർശ് മീശത്തുമ്പിൽ കടിച്ചു പിടിച്ച് ചിരിച്ചു. പൊട്ടിപ്പെണ്ണ്. ചുണ്ടുകൾ ശബ്ദം പുറത്തേക്ക് വരാതെ പുലമ്പി. പോവാണ്. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവൾ ഒന്ന് നിന്നു. എനിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കി പരുങ്ങി. പറയിനാച്ചൂട്ടി, എന്താ? ഞാൻ എന്ത് സഹായ ചെയ്യണ്ടേ? അവളുടെ മനസ്സ് അറിഞ്ഞ പോലെ പറഞ്ഞു. അത് സമയം കിട്ടുമ്പോൾ അപ്പയെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ശബ്ദം കേട്ടില്ലേ അപ്പയ്ക്ക് സമാധാനം കിട്ടില്ല. ഞാനെന്നാ ജീവനാ. എനിക്കും ജീവനാ. ചിരിയോടെ പറയുന്നവൻ്റെ മുഖമാകെ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. അപ്പയോട് സംസാരിക്കണം, അതല്ലേ വേണ്ടു.
ഞാൻ ഫോൺ തരാം, പക്ഷേ ഈ ഫോണിൽ മാത്രമേ സംസാരിക്കാവൂ. മറ്റാരോടും ഫോൺ ചോദിക്കരുത്, സൈറയോടോ മെർലിനോടോ പോലും. അതെനിക്കിഷ്ടമല്ല. അവൻ്റെ കടുത്ത സ്വരം. അവളുടെ മുഖം ചുളിഞ്ഞു. അതെന്താ അങ്ങനെ? പെട്ടെന്ന് ചോദിച്ചു. നക്ഷത്ര ആദർശ് മേനോൻ്റെ പെണ്ണ. എൻ്റെ മുന്നിൽ എന്തും ചോദിക്കാം, പക്ഷെ മറ്റാർക്ക് മുന്നിലും നാച്ചൂട്ടൻ കൈ നീട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നെഞ്ചുഴിഞ്ഞ് അവൻ പറയുമ്പോൾ അവൾ ചിരിച്ചു. പോവാ. പോയിക്കോ, പക്ഷെ വരണം. ചുണ്ടിലൂറി വന്ന ചിരിയോടെ അവൾ തിരിഞ്ഞു നടന്നു. ക്ലാസ്സിലേക്ക് കയറി വരുന്ന നക്ഷത്രയെ കാണുമ്പോൾ അഞ്ജലി പല്ല് കടിച്ചു പിടിച്ചു. ഒന്ന് നിന്നേ. അവളെ മറികടന്ന് മുന്നിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും അഞ്ജലിയുടെ കടുത്ത സ്വരം. നക്ഷത്ര നിന്നു, തിരിഞ്ഞു നോക്കി. എന്തായിരുന്നു താഴെ? കടുപ്പത്തിൽ ചോദിച്ചു. നക്ഷത്രയുടെ മുഖം ചുളിഞ്ഞു. ആദർശുമായി എന്താന്നാ ചോദിച്ചത്? അത് ഒന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ല എങ്കിൽ നിനക്ക് കൊള്ളാം. കാരണം അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ചെക്കനാ, അഞ്ജലിയുടെ കസിൻ. കുഞ്ഞുനാളിൽ പറഞ്ഞുറപ്പിച്ച വിവാഹം. ഉറപ്പോടെ അവൾ പറയുമ്പോൾ നക്ഷത്രയുടെ നെഞ്ചം വേദനയോടെ മിടിച്ചു. പണക്കാരൻ പയ്യന്മാർക്ക് അങ്ങനെ പല മോഹങ്ങളുണ്ടാവും. വഴങ്ങിക്കൊടുത്താൽ നഷ്ടം നിനക്കായിരിക്കും, മറക്കണ്ട. കടുപ്പത്തിൽ പറഞ്ഞ് നക്ഷത്രയ്ക്ക് മുന്നിലായി നിന്നു. അടിമുടി നോക്കി. എൻ്റെ ആദർശിനൊപ്പം നിന്നെ കണ്ടാൽ അന്ന് തള്ളിയിട്ടതുപോലെ ഒരബദ്ധം ഇനി എനിക്ക് പറ്റില്ല. കൊല്ലു നിന്നെ ഞാൻ. അഞ്ജലിയുടെ ആ നേരത്തെ ഭാവം. നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. പേടിയോടെ തലകുലുക്കി. ഹായ് നക്ഷത്ര. ക്ലാസ്സിലേക്ക് കയറി വന്ന് സൈറയും മെർലിനും ഉറക്കെ പറഞ്ഞു. അരികിലായിരുന്നു. എന്താടി, എന്തു പറ്റി? നീ കരഞ്ഞോ? പെട്ടെന്ന് സൈറ ചോദിച്ചു. ഹാ, കരഞ്ഞു. അപ്പേ മിസ് ചെയ്തു. ക്ലാസ്സിലേക്ക് സാർ വന്നു. ആദ്യേട്ടൻ അഞ്ജലി വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണോ? അപ്പം ഞാനാരാ? ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. മുഖം ചുവന്നു. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണേ. നിനക്കുള്ള ലഞ്ച് ഇപ്പൊ വരും. തല കുലുക്കി ചിരിച്ചുകൊണ്ട് മെർലിനും സൈറയും പുറത്തേക്ക് നടന്നു. അഞ്ജു. ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ ദീപകിൻ്റെ വിളിയെത്തി. ഇവ സമ്മതിക്കില്ല. പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ കണ്ണിൽ നക്ഷത്രയുടെ മുഖം വന്ന് നിറഞ്ഞു. 1 മാസം കഴിയുമ്പോൾ ഞാൻ പോകും. അതിനു മുൻപ് ആ നശിച്ച പെണ്ണിനെ ഒതുക്കാൻ ഇവൻ്റെ സഹായം കൂടിയേ തീരൂ. അതുവരെ പിണക്കണ്ട. മനസ്സിൽ പറഞ്ഞുറപ്പിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ വശ്യത നിറഞ്ഞ ചിരി വിരിഞ്ഞു. സോറി അഞ്ജു, എൻ്റെ തെറ്റാ. അന്ന് നിന്നെ ക്ലാസ്സിൽ വെച്ച് പാടില്ലായിരുന്നു. ഞാൻ കാരണമെല്ലാം ഡാഡി തല്ലിയോ? അവളുടെ കവിൾത്തടത്തിൽ പതിയെ തഴുകുമ്പോൾ അവൻ്റെ കരസ്പർശത്തിൽ അവൾ പോലും അറിയാതെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. നിന്നെ മയക്കാൻ ദീപുവിന് കഴിയും. ചിരിയോടെ കവിൾത്തടത്തിൽ തഴുകുന്ന കൂട്ടത്തിൽ ഇടം കൈ ആ കുഞ്ഞാലിലെ വയറ്റിലേക്ക് അമർന്നു. വാവേ. ചുണ്ടുകൾ ചലിച്ചു. അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് പിന്നിലേക്ക് നീങ്ങി നിന്നു. എന്താ അഞ്ജു, പിണക്കം മാറിയല്ലോ? വാ, ഫുഡ് കഴിക്കാം. അവളെയും ചേർത്ത് പിടിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു. എന്നും ലഞ്ച് കൊണ്ടുവരുന്നതാ, ഇന്നെന്താ വരാത്തെ? ലൈബ്രറിയിൽ നിൽക്കുവാവോ? ചെല്ലാന്ന് പറഞ്ഞതാ, പോണോ? അവൾ ക്ലാസ്സിൽ നിന്നും താഴേക്ക് നോക്കി. ലൈബ്രറി ഭാഗത്തേക്ക് കണ്ണുകൾ പാഞ്ഞു ചെന്നു. പോകാം. ചോദിക്കണം അഞ്ജലി ആദർശിൻ്റെ ആരാണെന്ന് അറിയണം. അവൾ പറഞ്ഞതിൻ്റെ സത്യം ആദർശിൻ്റെ നാവിൽ നിന്ന് കേൾക്കണം. മനസ്സിൽ പറഞ്ഞുറപ്പിച്ച് മുന്നിലേക്ക് നടന്നു. സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. ഗ്രൗണ്ട് ഫ്ലോറിലെ ക്ലാസ്സിന് മുന്നിലൂടെ ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് ഒരു ക്ലാസ് റൂമിനകത്തേക്ക് അവളെ വലിച്ചു കയറ്റി. പിന്നിൽ ലോക്ക് വീണു. നക്ഷത്ര മൗനമായി നിന്നു. നാച്ചൂട്ടാ. പിന്നിൽ അവൻ ചേർന്നു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. ഇടുപ്പിൽ ആദർശിൻ്റെ കൈകൾ വലയം തീർക്കുമ്പോൾ എതിർക്കാനാവാതെ ശില പോലെ നിന്നു. എന്തേ, ലഞ്ച് കൊണ്ടുവരാത്തതുകൊണ്ട് പിണക്കാണോ? തോളിൽ താടിയൂന്നി ചെവിക്കരികിൽ ചുണ്ട് ചേർത്ത് പതിയെ ചോദിച്ചു. പിണങ്ങാൻ ഈ ആദർശ് എൻ്റെ ആരാ? ഹൃദയം വിങ്ങുമ്പോൾ ഉറപ്പോടെ ചോദിച്ചു. നാച്ചൂട്ടാ. വെപ്രാളത്തിൽ വിളിച്ചു. ഇടുപ്പിലിരുന്ന കൈകൾ അകത്തി മാറ്റി. അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എന്താടാ, എന്തുപറ്റി? രാവിലെ എൻ്റെ നാച്ചു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ? ഗൗരവത്തിൽ ചോദിക്കുന്നവനെ ദേഷ്യത്തോടെ നോക്കി. അഞ്ജലി ആദർശിൻ്റെ ആരാ? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവാണോ? അപ്പോ ഞാനാരാ? എന്നെ എന്തിനാ? വിതുമ്പലോടെ ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. നീ ആരാ എൻ്റെ? അത് പറ. എന്നാൽ നാച്ചി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഇല്ലാതൊന്നും പറയില്ല. കടുപ്പത്തിൽ ആദർശ് പറഞ്ഞു.
അവൾ തല താഴ്ത്തി നിന്നു. നാച്ചൂട്ടി താഴ്ന്ന മുഖം ഇരു കൈയിലും വാരിയെടുത്തു. പറയ്, എനിക്ക് കേൾക്കണം. അവൻ്റെ ലോലമായ സ്വരം. എനിക്കിഷ്ടാ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കണ്ണുകൾ മുറുകെ അടച്ച് അവൾ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ അതരത്തിലുടക്കി. തല താഴ്ന്നു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മിഴിഞ്ഞ കണ്ണുകൾ. അവൻ ചിരിയോടെ അകന്നു മാറി. എന്താടി ഇങ്ങനെ നോക്കുന്നേ? എനിക്കും പറ്റില്ല എൻ്റെ പെണ്ണില്ലാതെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു.